ഹായ്, പറയാറില്ലേ ഫോളോ ദ ഹാർട്ട്? അതാണ് നമ്മൾ ഭാവി എന്ത് പഠിക്കണം, എന്ത് ചെയ്യണം, ഏത് കരിയർ എടുക്കണം, ഇതൊക്കെ തീരുമാനമെടുക്കുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഫോളോ യുവർ ഹാർട്ട്. ഫോളോ വാട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു യു, വാട്ട് മേക്സ് ദ സബ്ജക്റ്റ് ഓർ ദ ഏരിയ ഇൻട്രസ്റ്റിംഗ് ടു യു. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ സ്കൂളിൽ ഇത്രയും സബ്ജക്ട്സ് പഠിച്ചു. ക്യാൻ ബി ലാംഗ്വേജസ്, ആർട്ട് ഫോംസ്, സയൻസ്, മാത്സ്. +1 +2 എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടാവും, കൊമേഴ്സ് പഠിച്ചിട്ടുണ്ടാവും, ഹ്യൂമാനിറ്റി റിലേറ്റഡ് സബ്ജക്ട്സ് പഠിച്ചിട്ടുണ്ടാവും. ഇത്രയും സബ്ജക്ട്സ് പഠിച്ചതിൽ നിന്ന് വി ഹാവ് ടു സെലക്ട് അറ്റ്ലീസ്റ്റ് 2 സബ്ജക്ട്സ് വിച്ച് ആർ ഓഫ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് നമുക്ക് തോന്നിയിട്ടുള്ള 2 സബ്ജക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു മേക്ക് അസ് ഹാപ്പി. പഠിക്കാനും നല്ല സന്തോഷം തോന്നും. ആൻഡ് വെൻ യു ചൂസ് എ കരിയർ ബേസ്ഡ് ഓൺ ദിസ് യു വിൽ ബി ഹാപ്പി, റൈറ്റ്? അപ്പോൾ അതിൽ കുറച്ച് നമ്മളൊരു ഹെഡും കൂടി യൂസ് ചെയ്യണം. എങ്ങനെയാണെന്നറിയാമോ? 2 സബ്ജക്ട്സ് ഏരിയാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി നീഡ് ടു ലുക്ക് ഫ്രം സേ 3 or 4 സോഴ്സസ് ടു വാലിഡേറ്റ് അവർ ചോയ്സസ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സോഴ്സ് ഇൻ്റർനെറ്റ്. അറിയാമല്ലോ, ഇൻ്റർനെറ്റിൽ പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഫ്രീ സ്റ്റഫ് റിലേറ്റഡ് ടു കരിയർ പാത്ത് ഫൈൻഡർ, കരിയർ ചോയ്സസ്, കരിയർ ഗൈഡൻസ്, മാപ്പിംഗ്, ഇങ്ങനെയൊക്കെ ഫ്രീ ആയിട്ട് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. അതിൽ നോക്കിയിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ആ 2 സബ്ജക്റ്റില്ലേ, ആ സബ്ജക്ട്സ് ഏരിയാസിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് അല്ലെങ്കിൽ കരിയർ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, റൈറ്റ്? ദാറ്റ്സ് ദ ഫസ്റ്റ് എക്സസൈസ്. സെക്കൻഡ് സോഴ്സ് ഈസ് ഡിസ്കസ് ദിസ് വിത്ത് യുവർ പേരൻറ്റ്സ്. പേരൻസിനോട് ചോദിക്കുക. ഇപ്പം നേരത്തെ തന്നെ ചിലപ്പോൾ പേരൻസ് പറഞ്ഞിട്ടുണ്ടാവും, നീ ഇത് പഠിക്കണം, നീ ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം. അപ്പോൾ പലപ്പോഴും പേരൻസ് പറയുന്നത് അവരുടെ ആഗ്രഹം വെച്ചിട്ടാണ്, റൈറ്റ്? ബട്ട് യു നോ വാട്ട് യു ലൈക്ക് മോസ്റ്റ് ഇൻ സ്റ്റഡിയിങ്, ഇൻ വർക്കിംഗ് ആൻഡ് മേക്കിംഗ് എ കരിയർ ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ പേരൻസുമായിട്ട് നല്ല തുറന്ന് നല്ലൊരു ഓപ്പൺ ഡിസ്കഷൻ നടത്തുമ്പോൾ തന്നെ യു ഗെറ്റ് മോർ ക്ലാരിറ്റി ഓൺ യുവർ ചോയ്സ് ആൻഡ് ഓൾസോ യു വിൽ ഓൾസോ ബി ഏബിൾ ടു കൺവിൻസ് ദ പേരൻസ് അബൌട്ട് യുവർ ചോയ്സസ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. And then the third source is people from industry. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ കരിയർ ചോയ്സൊക്കെ എടുത്തു, പക്ഷേ ആർ വി റൈറ്റ് വെൻ യു ലുക്ക് ഫോർവേഡ്? അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുക. മേ ബി യുവർ റിലേറ്റീവ്സ് വിൽ ബി ദെയർ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സ് ഉണ്ടാവും. സോ ചെക്ക് വിത്ത് ദം വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ആർ ഗോയിങ് ടു കം അപ്പ് ഇൻ ദ നെക്സ്റ്റ് 10-20 years, റൈറ്റ്? അപ്പോൾ നമ്മളുടെ കരിയർ ബേസ് ചെയ്യേണ്ടത് ഏത് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏത് ഏരിയ വെച്ചിട്ടായിരിക്കും. സോ യു ഗെറ്റ്സ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദം ടു, റൈറ്റ്? ആൻഡ് ദെൻ ഫോർത്ത് ആൻഡ് ദ ലാസ്റ്റ് സോഴ്സ്, ആൻഡ് ഐ വുഡ് സേ പ്രോബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഓൾ ഈസ് യുവർ ടീച്ചേഴ്സ്. നമ്മൾ ഒരേ സ്കൂളിൽ തന്നെയാണ് കുറേ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യുവർ ടീച്ചേഴ്സ് ആർ ദ ബെസ്റ്റ് വൺസ് ടു ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സൂട്ടഡ് സബ്ജക്റ്റ് ഏരിയ ഫോർ യു. ഇപ്പോൾ ടീച്ചേഴ്സിനോടും ചോദിക്കുക, ടീച്ചർ എന്തായിരിക്കും എനിക്ക് പറ്റുന്നത് എന്ന് ചോദിക്കും. ദേ വിൽ ബി ഏബിൾ ടു സജസ്റ്റ്, റൈറ്റ്, 1 or 2 or 3 areas, right? See if that matches with your choice. And also check with the other 2 sources, your parents and the industry experts. And then you're doing a good analysis. You're using your head, collecting the information, doing the analysis to come to some kind of a conclusion and decision, right? അപ്പോൾ ഇത്രയും നല്ല ഒരു അനാലിസിസ് വി യൂസ്ഡ് അവർ ഹെഡ്, right? And finally, when you make the choice, use your heart, because you follow the passion, you make a decision based on what your heart says. That is going to make you happy. Okay, all the best.